ഹായ്, അങ്ങനെ വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറിയിരിക്കുകയാണ് ഞാനും. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഷീനയും ഉണ്ടായിരുന്നു. കാലിക്കറ്റിൽ നിന്ന് വൈകിട്ട് 4:30 കയറി തിരുവനന്തപുരത്ത് 10:40 എത്തും. അതാണ് നമ്മുടെ ട്രെയിൻ. എന്തായാലും ആവേശത്തോടെ കയറി. കൊള്ളാം, സീറ്റിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ കമ്പാർട്ട്മെന്റിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സ്ക്രീൻ ഉണ്ട്. അതിൽ അടുത്ത ഏത് സ്റ്റോപ്പാണ്, അവിടത്തേക്ക് എത്ര ദൂരമുണ്ട്, എത്ര സ്പീഡിലാണ് പോകുന്നത്, അതൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിലും സ്ക്രീൻ ഉണ്ട്. അതിൽ നമ്മൾ മെട്രോയിലൊക്കെ കാണുന്ന പോലെ സ്റ്റോപ്പും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഞാൻ ജനശതാബ്ദിയിലാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ടോയ്ലറ്റൊക്കെ പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ട്രെയിനിലെ ടോയ്ലറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷേ ഇതിൽ വളരെ നീറ്റാണ്, നല്ല ടോയ്ലറ്റാണ്. പിന്നെ സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്റ്റാൻഡുണ്ട്. പിന്നെ ലെഗ് വയ്ക്കാനുള്ള ഇത്, പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചാർജർ, USB കൊടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ന്യൂസ് പേപ്പർ, വെള്ളം, പിന്നെ നമുക്ക് ടീ, സ്നാക്സ് താമസിയാതെ എത്തി. അതിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മിക്സ്ചറുണ്ട്, പിന്നെ നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് പകരം അതുപോലെ നമ്മൾ എള്ള് മിഠായി, പിന്നെ നമ്മൾ ചായ മിക്സ് ചെയ്യാനുള്ള നല്ല മസാല ചായക്കുള്ള മിക്സ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾ സമോസ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയുള്ള സംഭവം ഈ പൊടി എവിടെ കലക്കും എന്നുള്ളതായിരുന്നു. ചായക്കുള്ള ഈ മിക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത സീറ്റിരുന്ന ആൾ പറഞ്ഞു പേടിക്കണ്ട, വെള്ളം എത്തും എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് നല്ല തിളച്ച വെള്ളം വന്നു. അത് തന്നെ കലക്കാനുള്ളൊരു സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലെ പൊടി മിക്സ് ചെയ്ത് കലക്കി. അത്യാവശ്യം കൊള്ളാം, നല്ല തിക്കാണ്, മധുരം ആവശ്യത്തിനുണ്ട്. നല്ല ഹാപ്പി ഈവനിങ് ഒരു നല്ല ചായ. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ കൂടുതലും നമ്മൾ ഈ ഭാരതപ്പുഴയുടെ ഭംഗി, അങ്ങോട്ട് പോയപ്പോൾ പകൽ വെളിച്ചത്തിലുള്ള ഭംഗിയാണെങ്കിൽ ഇങ്ങോട്ട് അസ്തമനത്തിലുള്ള ഭംഗിയായിരുന്നു. ആ വെള്ളപ്പുല്ലൊക്കെ രാവിലെ ഇങ്ങനെ കാറ്റത്ത് ആടുന്ന കാണായിരുന്നു. ഇപ്പോൾ ആ വെള്ളപ്പുല്ലൊന്നും അത്ര വിസിബിൾ അല്ല. നല്ല ഈ അസ്തമന സൂര്യൻ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എൻ്റെ ക്യാമറയുടെയൊക്കെ ഒരു പരിമിതി കൊണ്ടാണ് ആ സൗന്ദര്യം കിട്ടാത്തത്. അത് വളരെ ഭംഗിയായിരുന്നു. ആ ദൂരെ കാണുന്ന പാലവും അസ്തമനയും ആ റെഡിഷ് കളറൊക്കെ വളരെ ഭംഗിയായിരുന്നു. പിന്നെ കൃത്യസമയത്ത് നമുക്ക് ഡിന്നർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ നോൺ വെജ് ആണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ കൊടുത്തിരുന്നത്. അപ്പോൾ നോൺ വെജ് ചോറ്, പയറുതോരൻ, ചിക്കൻ കറി, പിന്നെ പുളിശ്ശേരി, പായസം, പാൽപ്പായസം, പിന്നെ തൈര്, ഇത്രയും സാധനം ഉണ്ടായിരുന്നു. പിന്നെ വീറ്റ് പറാട്ട ഉണ്ടായിരുന്നു. പിന്നെ മൗത്ത് ഫ്രഷ്നർ ഉണ്ട്. പിന്നെ നമുക്ക് സ്പൂണുണ്ട്, നല്ല ഹൈജീനിക് ആയിട്ട് പാക്ഡ് ആയിട്ട് വെച്ചേക്കുന്ന നല്ല സ്പൂണ്, പിന്നെ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കഴിക്കാം. ആ ഉള്ള സ്പേസേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. വളരെ നല്ല സർവീസ് ആയിരുന്നു. അതിനെക്കുറിച്ച് കുറ്റം പറയാനേ പറ്റില്ല കേട്ടോ. അപ്പോഴപ്പോഴും ഒന്ന് വേസ്റ്റൊക്കെ എടുക്കും. പിന്നെ ഇത് മൗത്ത് ഫ്രഷർ ആണ്, അതും ഒന്ന് കഴിച്ചു. ചെറിയ മസാലയുടെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഉണ്ട്.